ഇൻക്വസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പോലും. പിന്നെ എവിടെയെങ്ങനെയാണ് ഇൻക്വസ്റ്റിന് കൺസെൻറ്റ് എന്നുള്ള കാര്യം വരുന്നത്? അതിപ്പോൾ പോലീസ് പറയുന്നത് എന്താ? അതിൻ്റെ ആവശ്യമില്ലെന്നല്ലേ പറയുന്നത്? അത് കോൺട്രഡിക്ടറി അല്ലേ? അങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തരത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ SIT സംശയമുണ്ടല്ലേ നമ്മൾ കോടതിയിൽ പോയത് തന്നെ? CBI വന്നാലും അതും നിഷ്പക്ഷമല്ലെന്നല്ലേ പറയുക? CBI നിഷ്പക്ഷമല്ല എങ്കിൽ SIT നിഷ്പക്ഷമാണെന്നെങ്ങനെ പറയാൻ പറ്റും? എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഇതിൻ്റെ ഗൂഢാലോചന എന്ന ഭാഗത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുന്നു. ഇന്നതായ ഒരു പ്രതിയേ ഉള്ളൂ. അവർ വന്ന് പ്രസംഗിച്ചു, ശ്രീ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും അത് തവണയല്ല, ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം പരിഹാരത്താണ് നടത്തിയത്, അത് മാറ്റണോ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു? അതെ, ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടേക്ക് മാറ്റണമെന്ന് പറയാം. ഈ റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങളിൽ തൂങ്ങി മരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും സംശയങ്ങൾ ഒരുപാടുണ്ടാവും പോസ്റ്റ്മോർട്ടത്തിനകത്ത്. അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് വരുന്നതല്ലേ. അതിനകത്ത് അവരുടെ ഒരു ഒപ്പീനിയൻ അതാണ്, ഡെത്ത് ടു ഹാങ്ങിങ് എന്നല്ലേ പറയുന്നത്. അത് കൺക്ലൂസീവ് ഒപ്പീനിയൻ ആണോ എന്നുള്ള കാര്യത്തിലാണ് രണ്ടാമത്തെ വിഷയം. നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റേത് തൂങ്ങി മരണം തന്നെ. പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആരും നവീൻ ബാബുവിൻ്റേത് സ്വാഭാവിക മരണമല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് ഒരു തൂങ്ങി മരണമാണ് എന്ന് പറയുന്നു. മാത്രമല്ല, മൃതശരീരത്തിൽ യാതൊരു പരിക്കുകളും കാണുന്നില്ല, തലയോട്ടിക്കും പേശികൾക്കും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കാണുന്നില്ല, ഇത് തൂങ്ങി മരണം തന്നെ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അഭിപ്രായത്തിലും മൃതശരീരത്തിൽ കണ്ട നിറവ്യത്യാസം സാധാരണ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ മാറ്റം മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം ദുരൂഹതയൊന്നുമില്ല, അത് ആത്മഹത്യ തന്നെയാണ്, തൂങ്ങി മരണമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. എന്നാൽ നവീൻ ബാബുവിൻ്റെ അടുത്ത ബന്ധുവും അഡ്വക്കറ്റുമായ അനിൽ P. നായർ പറയുന്നത് ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്ര പെട്ടെന്ന് ചട്ടം ലംഘിച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് എന്താണ്? ഞങ്ങൾ പത്തനംതിട്ട മലയാളപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്താൻ ഏതാണ്ട് 15 മണിക്കൂർ എടുത്തു. ഞങ്ങൾ കണ്ണൂരിൽ എത്തിയതിന് ശേഷം മാത്രം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോലീസ് അനുസരിച്ചില്ല. അവർ പോലീസിന്റെ ചട്ടം ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ മറികടന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ന്യായീകരിക്കുന്നു. എന്നാൽ കണ്ണൂരിൽ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇത് കളക്ടറെ അറിയിച്ചിട്ട് പോലും കളക്ടർ ഞങ്ങളുടെ അറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. കണ്ണൂരിന് വെളിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഇത് ഞങ്ങൾ കളക്ടറോട് പറഞ്ഞിരുന്നതാണ്. കളക്ടർ അരുൺ വിജയ് അത് സമ്മതിച്ചിരുന്നതുമാണ്. എന്നാൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ് കളക്ടർ ഞങ്ങളെ അറിയിച്ചത്. ഇത് തീർത്തും ചട്ടവിരുദ്ധം തന്നെയാണ്. തിരക്കിട്ട് ഇതുപോലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയതിൽ ധാരാളം ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഇത് സ്വാഭാവികമായും ഒരു ആത്മഹത്യയല്ല, ഇതിന് പുറകിൽ മറ്റെന്തൊക്കെയോ സംശയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളും കുടുംബക്കാരും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണമെന്ന് ഹർജി കൊടുത്തത് എന്നാണ് അനിൽ P. നായർ പറഞ്ഞത്. കൃത്യമായും നവീൻ്റെ മരണത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന എന്തെന്ന് തെളിയിക്കേണ്ട ആവശ്യം കൃത്യമായും SITക്ക് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയപ്പെടുന്ന ഗൂഢാലോചനയെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് അനിൽ P. നായർ പറഞ്ഞത്. എന്തിനാണ് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ കടന്നു വന്നത്? പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരൻ മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരന്റെ പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നാണ് PP ദിവ്യ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച ആരോപണവും ഈ ആരോപണത്തെ തുടർന്നാണ് നവീൻ ബാബു ഈ NOC കൊടുക്കുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നൊക്കെ പരസ്യമായി നവീൻ ബാബുവിനെ അവഹേളിക്കുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് PP ദിവ്യ ഉന്നയിച്ച ആരോപണത്തിന് അപ്പുറത്തേക്ക് പോലീസ് അന്വേഷണം പോകാത്തത്?
പി ദിവ്യയ്ക്ക് പ്രശാന്തൻ എന്ന് പറയുന്ന ആളുടെ പെട്രോൾ പമ്പുമായി എന്താണ് ബന്ധം, അല്ലെങ്കിൽ അതിലെന്താണ് താല്പര്യം ഉണ്ടായിരുന്നത്? നവീൻ ബാബു ഈ പെട്രോൾ പമ്പിന്റെ NOCയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 12 തവണയാണ് ഈ പെട്രോൾ പമ്പ് നിലനിൽക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും ചട്ടവിരുദ്ധമായി ചെയ്യാനാകാത്തതിന്റെ പേരിൽ ചില കാലതാമസം അതിലുണ്ടായിട്ടുണ്ട്. എങ്കിലും കൃത്യമായ രേഖകൾ കിട്ടിയ മുറയ്ക്ക് NOC ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് നവീൻ ബാബു അന്ന് യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലിക്കാരനായ പ്രശാന്തൻ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് എവിടെ നിന്നാണ് അനുവാദം കിട്ടിയത്, എവിടെ നിന്നാണ് ഇതിന് പണം കിട്ടിയത്? എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു പോകാത്തത്? പ്രശാന്തിന് എന്താണ് നവീൻ ബാബുവിന്റെ മരണവുമായുള്ള പങ്ക് എന്നുള്ളത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? പ്രശാന്തിനെ എന്താണ് ഈ മരണത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രശാന്തിന്റെ ഫോൺ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് പ്രശാന്തൻ വിളിച്ചിട്ടുണ്ടോ, നവീൻ ബാബു പ്രശാന്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടോ, ഇവർ രണ്ടുപേരും ഒരു ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം തെളിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് കാട്ടിക്കൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ ഫോൺ പോലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പി ദിവ്യയുടെ പുറകിലേക്കോ അല്ലെങ്കിൽ പ്രശാന്തിന്റെ പുറകിലേക്കോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണവുമായി ഇറങ്ങിത്തിരിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ള പല കണ്ടെത്തലുകളും നടത്താൻ പോലീസിന് സാധിക്കും. അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിറകിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത്. അതെന്തുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നില്ല എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ പരാതി. ഈ പരാതി ദൂരീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഇതിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടാകില്ല, അല്ലെങ്കിൽ സത്യം പുറത്തു വരില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദുരൂഹതകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാണ് അനിൽ P. നായർ പറഞ്ഞത്. നവീൻ ബാബുവിൻ്റെ ബന്ധുവായ അഡ്വക്കേറ്റ് അനിൽ P. നായർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാനുള്ളതെല്ലാം ഞങ്ങൾ അപേക്ഷയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, ഇത് സാഹചര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം പ്രതിവർഗത്തിലുള്ള വ്യക്തിയുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനത്തെ പറ്റി പറയുന്നുണ്ട്. ഭാഗം തന്നെയാണ് അത് അന്വേഷണം നടത്തേണ്ട കാര്യമല്ലേ? അത് വ്യക്തമായി അന്വേഷണം നടത്തി അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. ഇൻക്വസ്റ്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇൻക്വസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പോലും. പിന്നെ എവിടെയെങ്ങാണ് ഇൻക്വസ്റ്റിന് കൺസെൻറ്റ് എന്നുള്ള കാര്യം വരുന്നത്? അതിപ്പോൾ പോലീസ് പറയുന്നത് എന്താ, അതിൻ്റെ ആവശ്യമില്ലെന്നല്ലേ പറയുന്നത്? അത് കോൺട്രഡിക്ടറി അല്ലേ? അങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തരത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ SITയെ സംശയിച്ചുകൊണ്ടുകൊണ്ടല്ലേ നമ്മൾ കോടതിയിൽ പോയത് തന്നെ? CBI വന്നാലും അതും നിഷ്പക്ഷമല്ലെന്നല്ലേ പറയാം? CBI നിഷ്പക്ഷമല്ല എങ്കിൽ SIT നിഷ്പക്ഷമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഇതിൻ്റെ ഗൂഢാലോചന എന്ന ഭാഗത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുന്നു. ഇന്നതായ ഒരു പ്രതിയേ ഉള്ളൂ. അവർ വന്ന് പ്രസംഗിച്ചു, ശ്രീ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും ആദ്യ തവണയല്ല, ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം പരിഹാരത്താണ് നടത്തിയത്, അത് മാറ്റണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതെ, ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട്ടേക്ക് മാറ്റണമെന്ന് പറയാം. ഈ റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങളിൽ തൂങ്ങി മരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും സംശയങ്ങൾ ഒരുപാടുണ്ടാവും പോസ്റ്റ്മോർട്ടത്തിനകത്ത്. അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് വരുന്നതല്ലേ. അതിനകത്ത് അവരുടെ ഒപ്പീനിയൻ അതാണ്, ഡെത്ത് ടു ഹാങ്ങിങ് എന്നല്ലേ പറയുന്നത്. അത് കൺക്ലൂസീവ് ഒപ്പീനിയൻ ആണോ എന്നുള്ള കാര്യത്തിലാണ് രണ്ടാമത്തെ വിഷയം.